4-5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി എന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ചതിന് ശേഷം എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA എന്നുള്ള നിലയിൽ കുറേയധികം കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഏകദേശം 528 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യം. ഇത് ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് പറയുന്നതല്ല. 4 വർഷം കഴിഞ്ഞപ്പോൾ ഇതെല്ലാ ഡീറ്റെയിലും അച്ചടിച്ചൊരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് ഓരോരോ വീടുകളിൽ എത്തിച്ചു തന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ കടമയാണെന്നുള്ള അടിസ്ഥാനത്തിൽ അത് വളരെ വിശദമായി ഓരോരോ പഞ്ചായത്തിലും എന്തൊക്കെയാണെന്ന് അച്ചടിച്ച് നിങ്ങൾ വീട്ടിലെത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 244 റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, 21 സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, 10 സാധാരണ മറ്റുള്ള കെട്ടിടങ്ങൾ, 7 പാലങ്ങൾ, 6 ആശുപത്രി കെട്ടിടങ്ങൾ, 5 കളിക്കളങ്ങൾ, 150 മിനിമാസ് ലൈറ്റുകൾ, 25,000 വാട്ടർ കണക്ഷൻ, അങ്ങനെ പോകുന്നതിൻ്റെ കണക്ക് കുറേയധികം ഉണ്ട്. എല്ലാം കൂടി എടുത്ത് ഞാൻ പറയുന്നില്ല. ഇവിടെ എന്തൊരു പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോഴും എന്തൊരു വികസനം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുമ്പോഴും ഇതെൻ്റെ കൂടി മണ്ണാണ്, നമ്മളെല്ലാവരും കൂടി മണ്ണാണ്. ഇവിടെ എന്താണ് അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഗുണം എന്ന് നോക്കിയിട്ടാണ് ഞങ്ങളതൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. മങ്കട മണ്ഡലത്തിലെ UDFൻ്റെ എല്ലാ നേതാക്കന്മാരും പഞ്ചായത്തുകളുടെ നേതാക്കന്മാരുമായി സംസാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഉദ്ദേശിച്ച രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് മാത്രമല്ല, കാലം മാറുന്നതിനനുസരിച്ച് ഓരോരോ പുതിയ കാര്യങ്ങൾ നമ്മളെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന AI ആണല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ സഹകരണ മേഖലയിലുള്ള ജെംസ് ആൻഡ് ആർട്സ് സയൻസ് കോളേജിൽ AIയുടെ ഒരു വലിയ കോഴ്സ് നമ്മൾ ആരംഭിച്ചു. അത് മാത്രമല്ല, ആ കോളേജിൽ നമ്മളെ മങ്കടം മണ്ഡലത്തിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോപ്പ് ഔട്ട്സായ വിദ്യാർത്ഥിനികളെ വീണ്ടും കോളേജിലേക്ക് കൊടുന്ന് ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിച്ച് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർ നേടിക്കൊടുക്കുക എന്നുള്ളത് വലിയൊരു തീർച്ചയായിട്ട് എടുത്തിട്ട് ഞങ്ങളതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തു. ആ ആർട്സ് ആൻഡ് സയൻസ്, നമ്മുടെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ മേഖലയിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറി. അതിപ്പോൾ ഓട്ടോണമസ് ആയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യം. മങ്കടയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്തു. പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, പല തകരാറുകളും നമുക്കൊക്കെ ഉണ്ടാവാം. എല്ലാ തകരാറുകളും ഇല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിലോ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഞാനൊരു മനുഷ്യനാണ്, എനിക്കറിയാം. പക്ഷെ ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഞാനത് വെച്ച് പൊറിപ്പിക്കാറില്ല. ഒരിക്കലും ജനങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു കാര്യം തീരുമാനിക്കാൻ ഞാൻ മുന്നോട്ട് വരാറില്ല. ജനങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്ര കാലം നിന്നിട്ടുള്ളത്. ഒരു ചീത്തപ്പേര് വരുത്തിയിട്ടില്ല. ജനങ്ങൾ ഇവിടുത്തെ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ സദാസമയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ആ ഒരു രീതിയിൽ ഇപ്രാവശ്യം ഞാനൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. എൻ്റെ പേരാണ് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പ്രഖ്യാപിച്ചപ്പോൾ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ഇവിടെ തന്നെ പറഞ്ഞല്ലോ, പല ആൾക്കാരും നമുക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ വളരെ വാശിയോടുകൂടിയാണ് ഈ പ്രാവശ്യം പ്രവർത്തിക്കുന്നതാണ് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 6300 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ അതിൻ്റെ 3 ഇരട്ടി വോട്ട് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എവിടെ ചെല്ലുമ്പോഴും അത്രയധികം വാശിയോടുകൂടിയാണ് ഓരോരോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും കോൺഗ്രസ് അല്ലെങ്കിൽ RSP അല്ലെങ്കിൽ മറ്റുള്ള കേരള കോൺഗ്രസ് ഈ ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്.
ഒരു സംശയവുമില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിവിൻ്റെ പരമാവധി വെച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളാക്കി ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് തരികയാണ്.